ആ സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ഇവിടെ മോള് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. രജീഷ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം. ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം. പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. A few years later. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഇടയും നേരത്തെ കാറ്റാണു നീ. പണി പിന്നെയും പാളി. അതന്നത്തെ ചോരത്തിളപ്പിന് അളവില്ല കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. നന്നായിട്ടുണ്ട്. ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം. എന്തോ എങ്ങനെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. രജീഷ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എന്തുമാത്രം വേഴ്സറ്റൈൽ ആണ് സ്വന്തം അഭിപ്രായത്തില് എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ നല്ല ക്ലാരിറ്റി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. 5 കടലോളം മണ്ണാകെ ഒഴിയുന്ന തിരയെ ചേർക്കുന്ന കൂട്ടാണു നീ. എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്റെ അഭിപ്രായം എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സിനിമയിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഐ റിയലി ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട്. അളവില്ല കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. ആയിക്കോട്ടെ, അതിനൊന്നും ഇല്ലേ. ഒബ്ജക്ടിഫിക്കേഷൻ ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഒബ്ജക്ടിഫൈ എ ഹ്യൂമൻ ബോഡി വിത്ത് മീ. കാറ്റാണു നീ, കൂട്ടാണു നീ, താണു നീ എന്റെ പൊന്നുമോളെ. വയലാർ എഴുതുമോ ഇതുപോലെ? എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ തിയേറ്ററിൽ വരും, ഫുൾ ക്ലാപ്സ് ആയിരിക്കും. അച്ഛൻ നോക്കിക്കോ. ഐറ്റം ഡാൻസിൽ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, ആദ്യം നീ നന്നാകാൻ നോക്ക്. വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്, അന്നത് എന്തിനെടുത്ത് എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന, എന്നെ കണ്ട വൃത്തിക്കിരിക്കുന്ന ഡ്രസ് എന്താണെങ്കിലും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.